നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തിയോഡലൈറ്റിനെ കുറിച്ച് പഠിച്ചു അല്ലേ? തിയോഡലൈറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് തിയോഡലൈറ്റ്, പാർട്സ് ഓഫ് തിയോഡലൈറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇപ്പോൾ ജസ്റ്റ് അതൊന്നും കൂടി നമ്മളതൊന്ന് ഓർമ്മിക്കുകയാണ്. അതായത് കമ്പോണൻസ് ഓഫ് നമ്മുടെ ട്രാൻസിറ്റ് തിയോഡലൈറ്റിൻ്റെ ഭാഗങ്ങൾ. അത് കുറച്ചും കൂടിയും ഈസി ആയിട്ടുള്ള നോട്ട് ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിതൊന്നും കൂടി അത് ഇട്ടത്. ഏതാണോ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നത് എളുപ്പത്തിൽ ആ നോട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ ഇതിൽ ട്രാൻസിറ്റ് തിയോഡലൈറ്റിൻ്റെ ഭാഗങ്ങളുടെ ചെറിയ ഷോർട്ട് നോട്ട്സുകൾ, ഡെഫിനിഷൻസുകൾ കൊടുത്തിട്ടുണ്ട്. ടെലസ്കോപ്പ്, വെർട്ടിക്കൽ സർക്കിൾ, ഇൻഡെക്സ് ഫ്രെയിം, സ്റ്റാൻഡേർഡ്സ്, അപ്പർ പ്ലേറ്റ്, ലോവർ പ്ലേറ്റ്, ലെവലിംഗ് ഹെഡ്, ഷിഫ്റ്റിംഗ് ഹെഡ്, പ്ലേറ്റ് ലെവല്, ട്രിപ്പോഡ്, പ്ലംബ് ബോബ്, മാഗ്നറ്റിക് കോമ്പസ്, ഇത്രയും ഭാഗങ്ങളുടെ ഡീറ്റെയിൽസ് ഷോർട്ട് നോട്ട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഇതിലൊരു 5 ഭാഗങ്ങൾ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ് എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് ഞാനൊരു നോട്ട് ഇട്ടിട്ടുണ്ട്. അതല്ലാതെ ഇതാണ് കുറച്ചും കൂടി എളുപ്പം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുന്ന കാര്യങ്ങൾ ഇത് കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, ഇത് വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങൾ എഴുതി വയ്ക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഡെഫിനിഷൻസ് ആണ്. നമ്മൾ തിയോഡലൈറ്റ് സർവേയിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഡെഫിനിഷൻസ്, ടെക്നിക്കൽ ടേംസുകൾ, നമ്മൾ ഇതിൽ മാത്രം ഉപയോഗിക്കുന്ന കുറച്ച് ടേംസുകൾ. നമ്മളിപ്പോൾ ചെയിൻ സർവേയിലും ലെവലിങ്ങും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെയുള്ള വേർഡ്സുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയിൻ സർവേയിലാണെങ്കിൽ ബേസ് ലൈൻ, ടൈ സ്റ്റേഷൻസ്, അതുപോലെ ലെവലിങ്ങിൽ ലാസ്റ്റ് ഉപയോഗിച്ച ലെവലിംഗ് ആണെങ്കിൽ ബാക്ക് സൈറ്റ്, ഫോർ സൈറ്റ്, അങ്ങനെയൊക്കെ അല്ലേ? അതുപോലെ തന്നെ തിയോഡലൈറ്റിൽ നിന്ന് കുറച്ച് നമുക്ക് ഡെഫിനിഷൻസ്, അതായത് ടെക്നിക്കൽ ടേംസുകൾ അതിൽ മാത്രം യൂസ് ചെയ്യുന്ന കുറച്ച് ഡെഫിനിഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ലൈൻ ഓഫ് കോളിമേഷൻ. ഈ ലൈൻ ഓഫ് കോളിമേഷൻ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് മീൻസ് മുൻപത്തെ സർവേകളിലൊക്കെ സർവേ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് എന്താണ് ലൈൻ ഓഫ് കോളിമേഷൻ എന്ന്. അത് ലെവലിങ്ങിലും അതുപോലെ തന്നെ കോമ്പസ്, പ്ലെയിൻ ടേബിളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ലൈൻ ഓഫ് കോളിമേഷൻ ഓർ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അതിപ്പോൾ ഒന്നുകൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. അതായത് നമ്മളിപ്പോൾ ലാസ്റ്റ് ഡംബി ലെവൽ ചെയ്തപ്പോൾ നമ്മുടെ ടെലസ്കോപ്പിൻ്റെ ഐ പീസിൻ്റെ സെൻറ്റർ മുതൽ ഒബ്ജക്റ്റ് ഗ്ലാസിൻ്റെ സെൻറ്റർ വരെ ഒരു ഇമാജിനറി സെൻറ്റർ ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. ആ സെൻറ്റർ ലൈൻ നേരെ മുന്നോട്ട് പ്രൊഡ്യൂസ് ചെയ്ത് എവിടേക്ക് എത്തുന്നു? നമ്മുടെ ലെവലിംഗ് സ്റ്റാഫിലേക്ക് എത്തുന്നു. ആ റീഡിംഗ് ആണ് നമ്മൾ ലെവലിംഗ് സ്റ്റാഫിലെ റീഡിംഗ് ആണ് നമ്മൾ റീഡ് ചെയ്യാറുള്ളത്, വായിക്കാറുള്ളത് അല്ലേ? അതേപോലെ തന്നെ ആ ഒരു ഇമാജിനറി ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറഞ്ഞാൽ ഇതിലും സെയിം തന്നെയാണ്. നമുക്ക് ഇതിലും ഒരു ടെലസ്കോപ്പ് ഉണ്ട്, നമ്മുടെ പറഞ്ഞിരുന്നു നമ്മളത് തിയോഡലൈറ്റിൽ. ആ ടെലസ്കോപ്പിൻ്റെ ഐ പീസ് സെൻറ്റർ മുതൽ ഒബ്ജക്റ്റ് ഗ്ലാസിൻ്റെ സെൻറ്റർ വരെയുള്ള ഈ ഇമാജിനറി ലൈനിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ലൈൻ ഓഫ് സൈറ്റ് എന്നും നമ്മൾ പറയും. അടുത്താണ് ട്രാൻസിറ്റിംഗ് എന്ന് പറയുന്നത്. ട്രാൻസിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രാൻസിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ തിയോഡലൈറ്റിൻ്റെ പ്രത്യേകത പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞിരുന്നത് നേരത്തെ? അതായത് നമുക്കിത് വെർട്ടിക്കൽ ആംഗിളും ഹൊറിസോണ്ടൽ ആംഗിളും എടുക്കാൻ പറ്റുന്നു. ഹൊറിസോണ്ടൽ ആംഗിൾ മാത്രമല്ല വെർട്ടിക്കൽ ആംഗിളും നമുക്ക് എടുക്കാൻ പറ്റുന്നു നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ വെർട്ടിക്കൽ ആംഗിൾ എടുക്കണമെങ്കിൽ നമ്മുടെ ടെലസ്കോപ്പിനെ എന്ത് ചെയ്യണം? വെർട്ടിക്കലി റൊട്ടേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ തിയോഡലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ തിയോഡലൈറ്റിൻ്റെ ടെലസ്കോപ്പ് നമുക്ക് വെർട്ടിക്കലി 360 ഡിഗ്രിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസിറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് തിയോഡലൈറ്റ് വെർട്ടിക്കലി റൊട്ടേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസിറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്വിങ്, അതായത് നമ്മുടെ തിയോഡലൈറ്റിൻ്റെ ടെലസ്കോപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഹൊറിസോണ്ടലി റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഹൊറിസോണ്ടലി റൊട്ടേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്വിങ് എന്ന് നമ്മൾ പറയുന്നത്. ഹൊറിസോണ്ടലി റൊട്ടേറ്റ് ചെയ്യുന്നതിനെ സ്വിങ് എന്നും വെർട്ടിക്കലി റൊട്ടേറ്റ് ചെയ്യുന്നതിനെ ട്രാൻസിറ്റിംഗ് എന്നും നമ്മൾ പറയുന്നു. അപ്പോൾ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും? ഇൻസ്ട്രുമെൻ്റ് ട്രാൻസിറ്റ് ചെയ്യാനാണ് പറയുക. അതായത് വെർട്ടിക്കലി റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ടെലസ്കോപ്പ് ട്രാൻസിറ്റ് ചെയ്യാനാണ് പറയുക. അതുപോലെ ഇൻസ്ട്രുമെൻ്റ് ഹൊറിസോണ്ടലി റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് പറയും? സ്വിങ് ചെയ്യാനാണ് പറയുക. അപ്പോൾ ട്രാൻസിറ്റിംഗ് എന്ന വാക്കും സ്വിങ് എന്ന വാക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതാണ് ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ, ഫേസ് റൈറ്റ് ഒബ്സർവേഷൻ. എന്താണ് ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ? അതായത് നമ്മുടെ തിയോഡലൈറ്റിന് ഒരു ഫേസ് ഉണ്ട്. ഈ ഫേസ് നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്തതെന്ന് വെച്ചാൽ, ആ തിയോഡലൈറ്റിന് വെർട്ടിക്കൽ സർക്കിൾ ഉണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു വെർട്ടിക്കൽ ആംഗിൾ എടുക്കുന്നത് വെർട്ടിക്കൽ സർക്കിളിലാണ്. അപ്പോൾ ഈ വെർട്ടിക്കൽ സർക്കിൾ ഏത് സൈഡിലാണോ ഉള്ളത് ആ സൈഡാണ് നമ്മുടെ ഫേസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ആദ്യം തിയോഡലൈറ്റ് ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വെർട്ടിക്കൽ സർക്കിൾ ലെഫ്റ്റിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വെർട്ടിക്കൽ സർക്കിൾ ലെഫ്റ്റിലാണെങ്കിൽ അതെങ്ങനെയാണ്? ലെഫ്റ്റ് ഫേസ് ഒബ്സർവേഷനും, വെർട്ടിക്കൽ സർക്കിൾ റൈറ്റിലാണെങ്കിൽ റൈറ്റ് ഫേസ് ഒബ്സർവേഷൻ എന്നും പറയും. അപ്പോൾ ഏത് ഫേസ് എന്നുള്ളത് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഒന്നുകിൽ ഒബ്സർവറുടെ അല്ലെങ്കിൽ ടെലസ്കോപ്പിൻ്റെ. അപ്പം അത് രണ്ടും ഒരേ ഇതിൽ തന്നെയാണ് പറയുന്നത്. ടെലസ്കോപ്പിൻ്റെ റൈറ്റ് സൈഡിലാണ് വെർട്ടിക്കൽ സർക്കിൾ ഇരിക്കുന്നതെങ്കിൽ അത് സെയിം നമ്മുടെ റൈറ്റ് സൈഡിലായിരിക്കും വെർട്ടിക്കൽ സർക്കിൾ ഇരിക്കുന്നുണ്ടാവുക. അതുപോലെ ടെലസ്കോപ്പിൻ്റെ ലെഫ്റ്റ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെയായിരിക്കും ടെലസ്കോപ്പ് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ വെർട്ടിക്കൽ സർക്കിൾ എവിടെ ഇരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഫേസ് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്വിങ് എന്താണ്, ട്രാൻസിറ്റിംഗ് എന്താണ്, ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ, ഫേസ് റൈറ്റ് ഒബ്സർവേഷൻ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ പറയുന്നത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് വെർനിയർ തിയോഡലൈറ്റ്, അതായത് ട്രാൻസിറ്റ് തിയോഡലൈറ്റ്. എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളാണുള്ളത്? അതായത് പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട്, ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട്. അതിൽ നമ്മൾ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള വാക്ക് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. കോമ്പസിലുണ്ട് നമുക്ക് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്, പ്ലെയിൻ ടേബിളിലുണ്ട്, അതുപോലെ തന്നെ ലെവലിലും അതായത് ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ കറക്റ്റായ പൊസിഷനിൽ വെക്കുക എന്നുള്ളതാണ് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന അളവുകൾ കറക്റ്റായിരിക്കില്ല. അതിനാണ് നമ്മൾ ഈ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് പെർമനൻ്റ് ഉണ്ട്, ഒന്ന് ടെമ്പററി ഉണ്ട്. പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ നിർമ്മാണ സമയത്ത്, കൺസ്ട്രക്ഷൻ സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ് പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ അതിനെ നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് സ്പെഷ്യലായിട്ട് അതിലൊന്നും ചെയ്യാനില്ല. അത് ഫിക്സ് ചെയ്ത് അങ്ങ് വർക്ക് ചെയ്താൽ മതി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൺസ്ട്രക്ഷൻ, അതായത് അത് നിർമ്മിക്കുന്ന സമയത്ത്, ആ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ലൈൻസുകൾ, കൊളിമേഷൻ ലൈൻസുകൾ, ഒരു ടെലസ്കോപ്പിലുള്ള കൊളിമേഷൻ ലൈൻസ് മാത്രമല്ല വരുന്നത്, ബബിൾ ട്യൂബുകൾ. തിയോഡലൈറ്റിൽ 2 ലെവൽ ട്യൂബുകളുണ്ട്. ആ ലെവൽ ട്യൂബിൻ്റെ കൊളിമേഷൻ, അതുപോലെ വെർട്ടിക്കൽ ആക്സിസ്, ഹൊറിസോണ്ടൽ ആക്സിസ്, ഇതെല്ലാം അതിൻ്റെ ആ തിയോഡലൈറ്റ് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ പൊസിഷൻസുകൾ, അതിൻ്റെ പോയിൻറ്റുകളെല്ലാം കറക്റ്റായിട്ടാണ് ചെയ്യുക. അത് നമുക്ക് പെർമനൻ്റ് തിയോഡലൈറ്റ് നമുക്ക് അത് വരുന്നില്ല, നമുക്ക് അതിൻ്റെ യൂസ് വരുന്നില്ല. നമ്മൾ ടെമ്പററി അഡ്ജസ്റ്റ്മെൻ്റാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളത് പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മളതിൽ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ വെക്കുന്ന പൊസിഷൻസ് കാര്യങ്ങളൊക്കെ അത് എല്ലായ്പ്പോഴും ഒരുപോലെ ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. അപ്പോൾ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റിൽ, അതായത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് വെർനിയർ തിയോഡലൈറ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് സാധാരണ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് തിയോഡലൈറ്റിൽ ഒന്നാമത് പറയുന്നത് എന്താണ്? സെറ്റിംഗ് അപ്പ്. ഇതൊക്കെ പേരുകളെല്ലാം നിങ്ങൾക്ക് നല്ല കേട്ടുപരിചയമുള്ള പേരുകളായിരിക്കും. ഒന്നാമത് പറയണത് സെറ്റിംഗ് അപ്പ്, രണ്ടാമത് പറയണത് സെൻറ്ററിങ്, മൂന്നാമത് പറയണത് ലെവലിംഗ് അപ്പ്, നാലാമത് പറയുന്നത് ഫോക്കസിങ്. ഈ പേരുകളെല്ലാം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്.
സെറ്റിംഗ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു. ആദ്യം തന്നെ നമുക്ക് വെക്കേണ്ട സ്ഥലത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഇൻസ്ട്രുമെൻറ്റ് ഫിക്സ് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ ട്രൈപോഡ് ഫിക്സ് ചെയ്യുന്നു. ഫിക്സ് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അതിൻ്റെ അതിൻ്റെ എന്താ പറയുക, റൗണ്ടിലേക്ക് ഫിക്സ് ചെയ്യുന്ന ഭാഗം നമ്മൾ നല്ല രീതിയിൽ ചവിട്ടി ഉറപ്പിച്ച് നമ്മൾ വെക്കുന്നു. അതായത് ഇൻസ്ട്രുമെൻ്റ് താഴെ വീഴാത്ത രീതിയിൽ. ഇൻസ്ട്രുമെൻ്റ് വെയിറ്റുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്, അതുകൊണ്ട് തന്നെ അത് വളരെയധികം ശ്രദ്ധയോടുകൂടി ഹാൻഡിൽ ചെയ്യേണ്ടതുമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ട്രിപ്പോഡിൻ്റെ ലെഗുകൾ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കും. അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ തിയോഡലൈറ്റ് ട്രൈപോഡിന് മുകളിൽ എന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത്. അത് ഫിക്സ് ചെയ്യുന്ന ആ പ്രോസസ്സാണ് നമ്മൾ സെറ്റിംഗ് അപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത് പറയണത് എന്താണ്, സെൻറ്ററിങ് ആണ് പറയുന്നത്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് സെൻറ്ററിങ് നടത്തണം. ആ സെൻറ്ററിങ് നടത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പ്ലംബ് ബോബ്. നമ്മൾ പ്ലംബ് ബോബ് മുമ്പ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പ്ലംബ് ബോബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ പ്ലംബ് ബോബ് നമ്മൾ യൂസ് ചെയ്തിട്ട് സെൻറ്ററിങ് നടത്തുന്നു. അതല്ലാതെയും തിയോഡലൈറ്റിൽ സെൻറ്ററിങ് നടത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് പ്ലമ്മറ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട് അതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ടിലെ പോയിൻ്റ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്യുന്നവരുണ്ട്. പ്ലംബ് ബോബ് ഇട്ട് പ്ലമ്മറ്റിലൂടെ നോക്കി കറക്റ്റ് പൊസിഷൻ വെക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്യാം. അല്ലെങ്കിൽ പ്ലംബ് ബോബ് മാത്രം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്ലമ്മറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് സെൻറ്ററിങ് നടത്താം. ഇനി മൂന്നാമത് പറയുന്നതാണ് ലെവലിംഗ് അപ്പ് എന്ന് പറയും. ലെവൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഡംബി ലെവൽ എങ്ങനെയാണോ ലെവൽ ചെയ്യുന്നത് അതേ പ്രോസസ്സ് തന്നെയാണ് നമുക്ക് തിയോഡലൈറ്റ് എന്ത് ചെയ്യണം, ലെവൽ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഡംബി ലെവലിൽ നമ്മൾ എങ്ങനെ ചെയ്തിരുന്നത്, ഒരു ജോഡി ഫോട്ട് സ്ക്രൂവിനെ പാരലായി നമ്മൾ ടെലസ്കോപ്പ് കൊണ്ടുവന്ന് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫോട്ട് സ്ക്രൂസ് ഒരേപോലെ അകത്തേക്കും പുറത്തേക്കും തിരിച്ച് നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ലെവൽ ചെയ്യും അല്ലേ. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ ഫുട്ട് സ്ക്രൂവിന് പാരലായി വെച്ച് മൂന്നാമത്തെ ഫുട്ട് സ്ക്രൂ തിരിച്ച് നമ്മൾ ലെവൽ ചെയ്യും. അതുപോലെ തന്നെയാണ് ഇതിലും എങ്ങനെയാണെന്ന് വെച്ചാൽ ടെലസ്കോപ്പല്ല നമ്മൾ വെക്കുന്നത് അവിടുത്തെ ലെവൽ ട്യൂബാണ്. തിയോഡലൈറ്റിൽ 2 ലെവൽ ട്യൂബ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന് പ്ലേറ്റ് ലെവൽ ട്യൂബും രണ്ടാമത്തേത് ആൾട്ടിറ്റ്യൂഡ് ലെവൽ ട്യൂബും. അതിൽ പ്ലേറ്റ് ലെവൽ ഹൊറിസോണ്ടൽ ആംഗിൾ എടുക്കുമ്പോൾ പ്ലേറ്റ് ലെവൽ ട്യൂബാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലെവൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ ലെവൽ ട്യൂബ് നമ്മളെവിടെ നമ്മുടെ ഫൂട്ട് സ്ക്രൂവിന് പാരലായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെയിം ഡംബിൾ ലെവൽ ചെയ്യുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഇതിലും ഉപയോഗിക്കുന്നത്. ടെലസ്കോപ്പിന് പകരം നമ്മൾ വെക്കുന്നത് എന്താണെന്ന് മാത്രം, ലെവൽ ട്യൂബാണ്. ഇപ്പോൾ ഹൊറിസോണ്ടൽ ആംഗിൾ എടുക്കുന്ന സമയത്ത് വെർട്ടിക്കൽ സർക്കിളിൻ്റെ മുകളിലിരിക്കുന്ന ആൾട്ടിറ്റ്യൂഡ് ലെവൽ ട്യൂബ് വെച്ചിട്ടാണ് നമ്മൾ ആ ലെവൽ ട്യൂബാണ് നമ്മൾ ഫുഡ് സ്ക്രൂവിനെ പാരലാക്കി വെച്ചിട്ട് നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ലെവൽ ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ആംഗിൾ ആണെങ്കിൽ പ്ലേറ്റിന് മുകളിലിരിക്കുന്ന അപ്പർ പ്ലേറ്റിന് മുകളിലിരിക്കുന്ന ലെവൽ ട്യൂബ് നമ്മുടെ ഫുഡ് സ്ക്രൂവിനെ പാരലാക്കി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻസ്ട്രുമെൻ്റ് ലെവൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, സെറ്റിംഗ് അപ്പ് പറഞ്ഞു, സെൻറ്ററിങ് പറഞ്ഞു, ലെവലിംഗ് പറഞ്ഞു. അടുത്തതാണ് ഫോക്കസിങ്. ഫോക്കസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ ഡംബിൾ ലെവൽ ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഫോക്കസിങ് എന്ന് പറയുന്നത്. അതായത് ഫോക്കസിങ്ങിൽ നമ്മൾ എന്താണ് ചെയ്യണത്, അതായത് അതിൻ്റെ അകത്ത് ആ ക്രോസ് എയർ, നമ്മുടെ ടെലസ്കോപ്പിനകത്തുള്ള ക്രോസ് എയറിനെ നല്ല രീതിയിൽ കാണത്തക്ക രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു വൈറ്റ് പേപ്പർ ഫ്രണ്ടിൽ വെച്ച് ഫോക്കസിങ് സ്ക്രൂ തിരിച്ച് നമ്മൾ ആ ഫോക്കസിങ് കറക്റ്റ് ആക്കണം. അതിൻ്റെ അകത്ത് എന്തുണ്ട്, ക്രോസ് എയർസ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് കാണുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ടെലസ്കോപ്പിനെ കറക്റ്റ് ചെയ്യുന്നു, ഫോക്കസിങ് കറക്റ്റാക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ഫോക്കസിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, പിക്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ. ഏകദേശം നിങ്ങൾക്കത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ അതിൻ്റെ ഒരു ഈ കള്ളികളിൽ കാണിച്ചിട്ടുള്ളത് അതിൻ്റെ ചെറിയൊരു ബ്രീഫ്, ഇപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ബ്രീഫാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ജസ്റ്റ് ഒരു നോട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഇതിൽ ഏതൊക്കെ ആക്സിസുകളാണ് നമ്മളിതിൽ എന്താ പറയേണ്ടത്, പെർമനൻ്റായിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ തിയോഡലൈറ്റ് നിർമ്മിക്കുന്ന സമയത്ത് പെർമനൻ്റായിട്ട് കൊടുക്കുന്ന കുറച്ച് ആക്സിസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട്. വെർട്ടിക്കൽ ആക്സിസ്, ആക്സിസ് ഓഫ് ദ പ്ലേറ്റ് ലെവൽസ്, ആക്സിസ് ഓഫ് ടെലസ്കോപ്പ്, ദ ലൈൻ ഓഫ് കോളിമേഷൻ, ഹൊറിസോണ്ടൽ ആക്സിസ്, ദ ആക്സിസ് ഓഫ്
ആൾട്ടിറ്റ്യൂഡ് ബബിൾ. ഈ പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളെ അധികം ബാധിക്കുന്നില്ല, നമുക്കത് പഠിക്കാനുമില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ ടെമ്പററി അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ടെക്നിക്കൽ ടേംസുകളും അതുപോലെ തന്നെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റും. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ടെക്നിക്കൽ ടേംസുകൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ലൈൻ ഓഫ് കോളിമേഷൻ, ട്രാൻസിറ്റിങ്, സ്വിങ്, ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ, ഫേസ് റൈറ്റ് ഒബ്സർവേഷൻ. ട്രാൻസിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? ടെലസ്കോപ്പ് വെർട്ടിക്കലി റൊട്ടേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസിറ്റിംഗ് എന്നും, ടെലസ്കോപ്പ് ഹൊറിസോണ്ടലി റൊട്ടേറ്റ് ചെയ്യുന്നതിന് നമ്മൾ സ്വിങ് എന്നും പറയുന്നു. പിന്നെ ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെർട്ടിക്കൽ സർക്കിൾ ലെഫ്റ്റിലാണെങ്കിൽ ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷനും വെർട്ടിക്കൽ സർക്കിൾ റൈറ്റിലാണെങ്കിൽ റൈറ്റ് ഒബ്സർവേഷനുമാണ്. പിന്നെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞു, സിറ്റിംഗ് അപ്പ്, സെൻറ്ററിങ്, ലെവലിങ്, അതുപോലെ തന്നെ ഫോക്കസിങ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് പാർട്ടിൽ എപ്പിസോഡിൽ കാണാം.